നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ നദികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇത്രയാണ് സിന്ധു നദിയുടെ പോഷക നദികൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പള്ളിവാസൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം? ആൻസർ വരുന്നത് 34 ആണ്. കായലുകളുടെ എണ്ണം 34, നദികളുടെ എണ്ണമാണ് 44. അടുത്ത ക്വസ്റ്റ്യൻ. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കല്ലട. അടുത്തത്, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വേമ്പനാട്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം? കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 3 കബനി, ഭവാനി, പാമ്പാർ. ബാക്കി 41 പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ആകെ നദികളുടെ എണ്ണം 44. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി? ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, കല്ലടയാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മഞ്ചേശ്വരം പുഴ. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വേമ്പനാട്ട് കായൽ. അടുത്തത്, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കബനി. കബനി, ഭവാനി, പാമ്പാർ, ഈ 3 നദികളാണ് കിഴക്കോട്ടേക്ക് ഒഴുകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 41. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പള്ളിവാസൽ. അടുത്ത്, കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക? കല്ലടയാർ, ചാലിയാർ, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. ഇത്രയും നദികളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. ഇന്ദ്രാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ. നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗോദാവരി. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇന്ദിരാഗാന്ധിയാണ്. അടുത്തത്, കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പത്തനംതിട്ട. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ശാസ്താംകോട്ട. അടുത്തത്, പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആലപ്പുഴ. അടുത്തത്, പെനിസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗോദാവരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളായി വ്യാപിച്ചു കിടക്കുന്നു. 3 ശരിയാണ്. അടുത്തത്, കേരളത്തിലെ നദികളിൽ ഒറ്റയാനെ കണ്ടെത്തുക? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നെയ്യാർ. മഞ്ചേശ്വരം പുഴ, ഉപ്പള, ഷിറിയ ഇതെല്ലാം കാസർഗോഡ് ജില്ലയിലാണ്.
താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, NW3, അതായത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, താപ്തി. അടുത്തത് ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കൊൽക്കത്ത. അടുത്തത് ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കാക്കിനാഡ, പുതുച്ചേരി.